Hi friends, welcome to VM's vlog. ചെറിയ ഒരു ട്രാൻസ്ഫോമർ അതിന്റെ വൈൻഡിങ് ഏതെങ്കിലും രീതിയിൽ കേടായി പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വൈൻഡിങ് കത്തിപ്പോയി. സോ നമുക്ക് ആ ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയൊരു ട്രാൻസ്ഫോമർ, ഒരു 6 വോൾട്ട് 9 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോമർ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യണം. ഏത് സ്റ്റാമ്പിംഗ് എടുക്കണം, എത്ര എണ്ണം എടുക്കണം, ബോബിന് ഏത് സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം, അതുപോലെ നമ്പർ ഓഫ് ടേൺസ് എത്രയായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പ്രൊസീജിയർ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് റീവൈൻഡിങ് അല്ലെങ്കിൽ പുതിയൊരു സാധനം ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീവൈൻഡിങ്ങും ഡിസൈനിങ്ങും എങ്ങനെയാണ് ഒരുപോലെ ആവുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള കാരണം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഡാറ്റാസ് ഒക്കെ എഴുതിയെടുക്കണം. ലൈക്ക് അതിന്റെ നമ്പർ ഓഫ് വൈൻഡിങ്സ് അല്ലെങ്കിൽ ടേൺസ് എത്രയുണ്ട്, ഏത് സൈസ് വയറാണ് വൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്, അതിന്റെ ഇൻസുലേഷൻ ഏതാണ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറന്റ് റേറ്റിംഗ്, ട്രാൻസ്ഫോമറിന്റെ KVA റേറ്റിംഗ്, പിന്നെ അതിന്റെ ടെർമിനൽ മാർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ ഡയഗ്രാം, ടൈപ്പ് ഓഫ് കോർ, അവിടുത്തെ സ്റ്റാമ്പിങ്സ്, നമ്പർ ഓഫ് സ്റ്റാമ്പിങ്സ്, പിന്നെ അതിന്റെ ബോബിന്റെ ടൈപ്പ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതേ ട്രാൻസ്ഫോമർ വീണ്ടും റീവൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ ഇത്രയും ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, വൈൻഡിങ് കാര്യമായി കത്തിപ്പോയി, നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, അങ്ങനത്തെ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഡാറ്റാസ് ഒക്കെ നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഡിസൈനിങ്ങിലും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ഏകദേശം ഒരുപോലെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് പവർ ഓഫ് ട്രാൻസ്ഫോമർ എത്രയാണെന്നാണ്. അത് നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ലോഡ് വോൾട്ടേജും കറന്റ് റേറ്റിംഗും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളുടെ പവർ റിക്വയർമെന്റ് എത്രയാണോ ആ പവർ നമുക്ക് ഔട്ട്പുട്ട് പവറായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എടുത്തത് 240 വോൾട്ട് പവർ 6 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് 15 VA ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതൊന്ന് ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിയെങ്കിൽ കുറേയൊക്കെ കാൽക്കുലേഷൻ നമ്മളത് എളുപ്പമായിരിക്കും. ഇനി ഡിസൈൻ ചെയ്യുന്ന കേസ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പവർ എത്രയാണെന്നാണ്. 15 VA ആണ് ഇവിടുത്തെ പവർ വന്നത്. ഇനി അതല്ല, പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഈ കേസിൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P2 is equal to E2 into I2 വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി, അതായത് ഔട്ട്പുട്ട് പവർ ആണ്. E2 എടുത്തത് സെക്കൻഡറി വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് E2. I2 അവിടുത്തെ കറണ്ട്. ഈ ഡീറ്റെയിൽസ് അറിയെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ടിട്ട് 6 into 2 12 VA നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഔട്ട്പുട്ട് പവർ എത്ര വേണമെന്ന് നമ്മൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതിങ്ങനെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് 12 വോൾട്ട് ആംപിയർ ആണ് റിക്വയർമെന്റ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി കാൽക്കുലേഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് പവറിന്റെ സ്ഥാനത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഔട്ട്പുട്ട് പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇൻപുട്ട് പവറാണ്. ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, പെർസെൻറ്റേജിലുള്ള എഫിഷ്യൻസിയാണ് എടുക്കേണ്ടത്. ഇൻപുട്ട് പവറാണ് നമ്മൾ P1 വെച്ച് റെപ്രസെന്റ് ചെയ്ത്, ഔട്ട്പുട്ട് പവർ P2. നോർമലി ട്രാൻസ്ഫോമേഴ്സിന്റെ എഫിഷ്യൻസി ഹൈ എഫിഷ്യൻസി ആണ്, 90+ ഒക്കെയാണ് വരാറ്. ഇപ്പോൾ നമ്മളിവിടെ റേഞ്ച് എടുക്കുന്നത് 80 to 90 ആണ്. നമുക്കിവിടെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് 80% എടുക്കാം. അപ്പോൾ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ 12 VA ആണ് ഡിവൈഡഡ് ബൈ 80%. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 വോൾട്ട് ആംപിയർന്ന് കിട്ടും. ഈ 15 ആണ് അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് പവർ. അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുമ്പോൾ നമ്മൾ 15 VA ആണ് പറയാം. ഇനി നമ്മൾ കോറാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സ്മോൾ ട്രാൻസ്ഫോമേഴ്സിന് ജനറലി നമ്മൾ യൂസ് ചെയ്യാറ് ഷെൽ ടൈപ്പ് കോറാണ്. ഈ ഷെൽ ടൈപ്പ് കോർ തന്നെ നമുക്ക് പല ഷേപ്പുകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് E&I, F&F, E&E, T&U. അപ്പൊ ഇങ്ങനെ പല ഷേപ്പും വെച്ചിട്ട് നമുക്ക് ഷെൽ ടൈപ്പ് കോർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഇതിൽ ഏത് ഷേപ്പാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ സ്റ്റാമ്പിങ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാം. കോർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് കോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര ആയിരിക്കണം എന്നാണ്. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ ഫ്ലെക്സ് ഡെൻസിറ്റി, അതിന്റെ കറന്റ് ഡെൻസിറ്റി, അവിടുത്തെ ഫ്രീക്വൻസി, പിന്നെ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവർ. ഈ ഫ്ലെക്സ് ഡെൻസിറ്റിയും കറന്റ് ഡെൻസിറ്റിയും മെറ്റീരിയൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ സ്റ്റാമ്പിങ്സിന്റെ മാനുഫാക്ചേഴ്സ് അത് അതിന്റെ കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പ്രൊവൈഡ് ചെയ്യും. ജനറലി കാണുന്ന കുറച്ച് മെറ്റൽസിന്റെ ഫ്ലെക്സ് ഡെൻസിറ്റി ഇങ്ങനെയാണ് വരുന്നത്. നോർമൽ അയൺ മെറ്റൽ ഷീറ്റ് ആണെങ്കിൽ 0.6 to 0.8 ടെസ്ലയാണ് ഫ്ലെക്സ് ഡെൻസിറ്റി വരുന്നത്. ഡൈനാമോ ഷീറ്റ് മെറ്റൽ ആണെങ്കിൽ 1.2 to 1.3 ടെസ്ല. ഹൈ അലോയ് ഷീറ്റ് ആണെങ്കിൽ 1.5 to 1.9 ടെസ്ല. ഇനി സൂപ്പർ ഇനാമൽഡ് കോപ്പർ വയറിന്റെ കറന്റ് ഡെൻസിറ്റി നമ്മൾ എടുക്കാറ് 2.5 kVA അല്ലെങ്കിൽ അതിന്റെ എബോവ് റേറ്റിംഗ് വരുന്നതിന് 1 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ, 0.75 to 2.4 kVA ക്ക് 1.5 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ, 0.3 to 0.74 kVA ക്ക്
2 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ബിലോ 0.29 kVA 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നമ്മൾ കോറിന് സ്റ്റാമ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ മെറ്റൽ അയൺ ഷീറ്റ് ആണ്. സോ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി 0.8 ടെസ്ല ആയിട്ട് എടുക്കാം. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് വരുന്നത് 15 VA ആണ്, അതായത് ബിലോ 0.29 kVA ആണ്. സോ നമ്മുടെ കറന്റ് ഡെൻസിറ്റി 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിട്ടും എടുക്കാം. ഇനി ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഇക്വേഷൻ ആണ് A is equal to 3.8 into root of P1 divided by B into S into F into 10 raised to minus 1. ഇതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. P1 നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവർ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പോൾ ബിയും എസും എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രീക്വൻസി നമുക്കറിയാം ഇന്ത്യ ത്രൂ ഔട്ട് നമുക്ക് 50 ഹെർട്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.248 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് റിക്വയർ ആയിട്ടുള്ള കോറിന്റെ ഏരിയ വരിക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോർ. കോർ ടൈപ്പ് ആണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ച പോർഷൻ ആയിരിക്കും നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ട് എടുക്കുക. ഇനി ഷെൽ ടൈപ്പ് കോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ച പോർഷൻ ആയിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷന് കൂടെ കിട്ടിയിട്ടുള്ള ഏരിയ വന്നിരിക്കുന്നത് 4.248 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 4.20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു ഏരിയ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോറിൻ്റെ ഡയമെൻഷൻ അസ്യൂം ചെയ്യാം. ഇപ്പം 4.2 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 20 mm വിഡ്ത്തും 21 mm തിക്നെസ്സും ഉള്ള ഒരു കോറ് അസ്യൂം ചെയ്യാം. ഇപ്പോൾ 20/21 നമുക്ക് 4.2 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 420 സ്ക്വയർ mm കിട്ടും. ഇനി നമ്മളിവിടെ EI ഷേപ്പുള്ള സ്റ്റാമ്പിങ്സ് യൂസ് ചെയ്തിട്ടാണ് കോർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഈ എഫ് എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പം വിഡ്ത്ത് 20 mm ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഭാഗം. ഈ കാണിച്ചിരിക്കുന്നത് സ്റ്റാമ്പിങ്സിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതിൽ ABCDEF കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ ആ ഡയഗ്രത്തിൽ ഈ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് F20 ആയിട്ട് വരുന്ന സ്റ്റാമ്പിങ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാമ്പിങ് EI60 എന്ന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനിലാണ് F നമുക്ക് 20 കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റാമ്പിംഗ് ആണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോറിനുള്ള സ്റ്റാമ്പിംഗ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ സ്റ്റാമ്പിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് തിക്നെസ് കൊടുത്തിട്ടുള്ളത് ഒന്നെങ്കിൽ 0.35 mm ആയിരിക്കും, അല്ലെങ്കിൽ 0.5 mm ആയിരിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം നമുക്ക് 21 mm ആണ് തിക്നെസ് വേണ്ടത്. അപ്പോൾ 0.35 mm ഉള്ള ഒരു സ്റ്റാമ്പിങ് വെച്ചിട്ട് 21 mm തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 60 സ്റ്റാമ്പിങ്സ് ആവശ്യം വരും. അപ്പോഴേ 60 × 0.35 നമുക്ക് 21 mm കിട്ടുകയുള്ളൂ. പക്ഷേ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാമ്പിങ്സിൻ്റെ നടുവിൽ വിടുന്ന സ്പേസ് അനുസരിച്ചും അവിടുത്തെ ഇൻസുലേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് 60-ന്റെ താഴെ ഒരു 55 സ്റ്റാമ്പിങ്സേ ആവശ്യം വരികയുള്ളൂ. വോൾട്ടേജ് പെർ ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് E is equal to 4.44 into B into A into F into 10 raised to minus 4. B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലക്സ് ഡെൻസിറ്റി, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോർ, F ഫ്രീക്വൻസി. ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ലയിലായിരിക്കണം തന്നിരിക്കുന്നത്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കണം തന്നിരിക്കുന്നത്. വാല്യൂസ് ഒക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0753 വോൾട്ട് കിട്ടും. അതായത് ഒരു ടേണിൽ വരുന്ന വോൾട്ടേജ് ആണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രൈമറിയിൽ വരുന്ന വോൾട്ടേജ് 240 വോൾട്ടാണ്. അപ്പോൾ പ്രൈമറിയിൽ എത്ര ടേൺസ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വോൾട്ടേജ് പെർ ടേൺ 0.0753 കൊണ്ട് 240 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 3187 ടേൺസ് കിട്ടും. അതായത് ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ വേണ്ട നമ്പർ ഓഫ് ടേൺസ് ആണ് 3187. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ നമുക്കുള്ള വോൾട്ട് 6 വോൾട്ട് ആണ്. അപ്പോൾ അതിനെ ഈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 ടേൺസ് കിട്ടും. പക്ഷേ സെക്കൻഡറിയിൽ നമ്മൾ ഒരു 10% അഡീഷണൽ കാണും. വോൾട്ടേജ് ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10% അഡീഷണൽ കാണും. അപ്പോൾ ഈ 80-ന്റെ 10% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെക്കൻഡറിയിൽ 88 ടേൺസ് ആണ് എടുക്കുക. ഇനി നമ്മൾ കണ്ടക്ടറിന്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രൈമറിയിലുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I1 is equal to ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ഡിവൈഡഡ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ്. നമുക്കറിയാം 240 വോൾട്ട് ആണ് പ്രൈമറിയിലുള്ളത്. അപ്പം ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് വരുന്നത് 15 VA ആണ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 240 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0625 ആംപിയേഴ്സ് കിട്ടും. അപ്പോൾ ഇതായിരിക്കും പ്രൈമറിയിലെ കറണ്ട് വരിക. ഇനി കണ്ടുപിടിക്കേണ്ടത് കണ്ടക്ടറിന്റെ സൈസ് ആണ്. കണ്ടക്ടറിന്റെ സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഏരിയ ആണ് കിട്ടുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്
പ്രൈമറിയിലുള്ള കറണ്ടിനെ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ കറണ്ട് ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് ഡെൻസിറ്റി എസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ എടുത്തത് 3 ആണ്. അപ്പൊ ഇവിടെ ഏരിയ 0.0625 ഡിവൈഡഡ് ബൈ എസ്, കറണ്ട് ഡെൻസിറ്റിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.020833 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ട കണ്ടക്ടറിന്റെ ഏരിയ വരുന്നത്. ഇനി ഈ ഏരിയ വെച്ചിട്ട് നമുക്ക് കണ്ടക്ടറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. നമുക്കറിയാം കണ്ടക്ടർ സർക്കുലർ ഷേപ്പാണ് വരുന്നത്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് πd²/4, അതിന് ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ √(a)(4) ഡിവൈഡഡ് ബൈ π എന്ന് കിട്ടും. ഇതിൽ എ നമുക്കറിയാം, പൈന്റെ വാല്യൂ നമുക്കറിയാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടുത്തെ ഡയമീറ്റർ കിട്ടും 0.1628 mm. ഈ സൈസ് ഇതിന്റെ അപ്രോക്സിമേറ്റ് SWG പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുക അറൌണ്ട് 37 SWG ഉള്ള കണ്ടക്ടർ, അല്ലെങ്കിൽ 0.160 mm സൈസ് ഉള്ള കണ്ടക്ടറാണ് നമുക്ക് പ്രൈമറി വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡറിയിലുള്ള കണ്ടക്ടറിന്റെ സൈസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കുക. സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ഡിവൈഡഡ് ബൈ സെക്കൻഡറി വോൾട്ടേജ് 15/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5 കിട്ടും. 2.5 ആംപിയർ ആയിരിക്കും സെക്കൻഡറിയിലെ കറണ്ട് വരുന്നത്. ഇനി അവിടുത്തെ കണ്ടക്ടറിന്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കിട്ടിയ കറണ്ട് ഡിവൈഡഡ് ബൈ എസ്, അവിടുത്തെ കറണ്ട് ഡെൻസിറ്റി 3 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ 2.5 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.833 mm² എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഡി കണ്ടുപിടിക്കുക. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏരിയയുടെ πd²/4 എന്ന് പറഞ്ഞ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നു. ഇനി ഇക്വേഷനിൽ ഏരിയന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആൻസർ 1.029 mm എന്ന് കിട്ടും. അറൌണ്ട് 1 mm നമുക്ക് എടുക്കാം. 1 mm അപ്രോക്സിമേറ്റ്ലി 19 SWG ആണ് നമുക്ക് സൈസ് വരിക. ഇപ്പോൾ 1 mm സൈസ് അല്ലെങ്കിൽ 19 SWG സൈസ് വരുന്ന വയറാണ് നമ്മൾ സെക്കൻഡറിയിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് ബോബിൻ്റെ മാർക്കിങ്സ്, ഡയമെൻഷൻസ് വരുന്ന മാർക്കിങ്സ്. ഈ മാർക്കിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബോബിൻ്റെ സൈസ് വെച്ചിട്ടുള്ള ചാർട്ടുകളൊക്കെ ഉണ്ടാവുക. ഈ കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസസ് ബോബിൻസിൻ്റെ. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ എടുത്ത സ്പെസിഫിക്കേഷൻ 20/21, അത് ഇവിടെ വരുന്നത് ബിയും എച്ചും ആണ്. അപ്പം ബിയും എച്ചും 20/21 വരുന്ന ഒരു ബോബിന് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. ഇവിടെ B20യും H21ആയിട്ട് നമുക്ക് വരുന്ന സ്പെസിഫിക്കേഷൻ EI60/21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോബിനാണ്. അപ്പോൾ ഇവിടെ വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ EI60/21 സ്പെസിഫിക്കേഷൻ വരുന്ന ബോബിനാണ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച വൈൻഡിങ്ങിന് യൂസ് ചെയ്യാനുള്ള കണ്ടക്ടർ വയർ ഈ ബോബിൻ്റെ മേലെ നമ്മളെ പറഞ്ഞ അത്രയും ടേൺസ് ചുറ്റാൻ പറ്റുമോ എന്നാണ്. ഈ ചാർട്ട് കാണിക്കുന്നത് ഓരോ SWG ഉള്ള വയർ എത്ര ടേൺ, ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ സ്പേസിൽ എത്ര ടേൺസ് ചുറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് പ്രൈമറിയിൽ വേണ്ടത് 37 SWGൻ്റെ കണ്ടക്ടറാണ്. അത് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ 2820 ടേൺസാണ് ചുറ്റാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡറിയിൽ വേണ്ടത് 19 SWGൻ്റെ കണ്ടക്ടറാണ്. അത് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ 85 ടേൺസാണ് ചുറ്റാൻ പറ്റുക. അപ്പോൾ തന്നിട്ടുള്ള ടേബിൾ പ്രകാരം 37 SWGൻ്റെ കണ്ടക്ടർ നമുക്ക് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 2820 ടേൺസാണ് ചുറ്റാൻ പറ്റുക. നമുക്ക് 37 SWGൻ്റെ കണ്ടക്ടർ പ്രൈമറിയിൽ 3187 ടേൺസാണ് ചുറ്റേണ്ടത്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3187നെ നമുക്ക് 2820 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.130 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് നമുക്ക് 37 SWGൻ്റെ കണ്ടക്ടർ ചുറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്പേസാണ് 1.130 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതുപോലെ സെക്കൻഡറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 19 SWGൻ്റെ കണ്ടക്ടർ എടുക്കുന്ന സ്പേസാണ് 85 ടേൺസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്ക് സെക്കൻഡറിയിൽ വരുന്ന നമ്പർ ഓഫ് ടേൺസ് 88 ആണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ സെക്കൻഡറി ടേൺസ് ചുറ്റാൻ വേണ്ടി ആവശ്യമുള്ള സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 88 ഡിവൈഡഡ് ബൈ 85 ചെയ്താൽ മതി. നമുക്ക് 1.035 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്ത ബോബിനിൽ നമുക്ക് വൈൻഡിങ് ചുറ്റാൻ വേണ്ടിയിട്ട് എത്ര സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് L/K ആണ്. ഈ L-ൻ്റെയും K-ൻ്റെയും വാല്യൂസ് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് ആ ചാർട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് L വരുന്നത് 26.7 ആണ്, K വരുന്നത് 7.7 ആണ്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
2.055 സ്ക്വയർ സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ രണ്ട് വൈൻഡിങ്സും കൂടി മൊത്തത്തിൽ എത്ര സ്പേസ് കൺസ്യൂം ചെയ്യുന്നതാണ്. നമ്മളുടെ പ്രൈമറിയിലുള്ള വൈൻഡിങ് ചുറ്റാനെടുക്കുന്ന സ്പേസ് 1.130 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെക്കൻഡറിയിലുള്ള ടേൺസ് ചുറ്റാനെടുക്കുന്ന സ്പേസ് 1.035 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 2.165 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്പേസ് ആണ് രണ്ട് വൈൻഡിങ് കൂടി ചുറ്റാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ബോബിനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസും നമുക്ക് ആവശ്യമുള്ള സ്പേസും തമ്മിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. 0.11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഷോർട്ടാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ബോബിനുള്ളത്. വളരെ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ വലിയൊരു ബോബിൻ ചൂസ് ചെയ്യാം, തൊട്ടടുത്ത സൈസുള്ള ബോബിൻ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ ഒരുപാട് സ്പേസ് അപ്പം ബാക്കി വരും. മാത്രമല്ല അത് കുറച്ച് എക്കണോമിക്കലി നമുക്ക് നഷ്ടമാണ് വരിക. അപ്പൊ ഈ രണ്ട് കേസും കൺസിഡർ ചെയ്ത് നമുക്ക് ഈ ബോബിൻ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗുകൾ നമുക്ക് വരുന്നത് പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ട് ആണ്, സെക്കൻഡറി 6 വോൾട്ട് ആണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ് 15 VA ആണ്. കോറിന്റെ ഏരിയ നമുക്ക് വരുന്നത് 20/21 mm ആണ്. ബോബിൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് EI 60/21 ആണ്. അതിന്റെ സൈസ് വരുന്നത് ബ്രെഡ്ത്ത് 20.6 mm, ഹൈറ്റ് 21 mm, ലെങ്ത് 26.7 mm. പ്രൈമറി വൈൻഡിങ്ങിൽ നമുക്ക് 3187 ടേൺസ് ആണ് വരുന്നത്. 37 SWG വയർ വെച്ചിട്ട് അല്ലെങ്കിൽ 0.16 mm വയർ വെച്ചിട്ടാണ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. സെക്കൻഡറിയിൽ നമുക്ക് 88 ടേൺസ് ആണ് വരുന്നത്. 19 SWG വയർ വെച്ചിട്ട് അല്ലെങ്കിൽ 1 mm വയർ വെച്ചിട്ടാണ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ വൈൻഡിങ് കൈകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആരും കൈ യൂസ് ചെയ്ത് ചെയ്യാറില്ല. കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് വൈൻഡിങ്ങിന്റെ ഇടയിൽ സ്പേസ് വരാനും വൈൻഡിങ് ലൂസായി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. മെഷീൻസ് ഇപ്പം ഹാൻഡ് ഡ്രിവൺ മെഷീൻസും സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക് അങ്ങനെ പലതരത്തിലും വൈൻഡിങ്ങിന് നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാവുന്നതാണ്. വൈൻഡിങ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമർ പ്രോപ്പർ ആയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നടത്താനുണ്ട്. ഒന്നാമത്തത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ആണ്. 500 വോൾട്ട് മെഗർ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടേണ്ട റീഡിംഗ് ഇൻഫിനിറ്റി ആണ്. യാതൊരു കാരണവശാലും റീഡിംഗ് 1 മെഗാ ഓമിന്റെ താഴേക്ക് പോകാൻ പാടില്ല. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ ആണ്. റേഷ്യോ നോക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഓപ്പൺ ആക്കി വെക്കും, പ്രൈമറിയിൽ സപ്ലൈ കൊടുക്കും. സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജ് നമ്മൾ സ്യൂട്ടബിൾ വോൾട്ട് മീറ്റേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് കിട്ടിയിട്ടുള്ള റേഷ്യോ നമുക്ക് വേണ്ട റേഷ്യോ തന്നെയാണെന്ന് ഉറപ്പിക്കും. അടുത്ത നമുക്ക് വരുന്നത് ലോഡ് ടെസ്റ്റ് ആണ്. ട്രാൻസ്ഫോമർ സ്യൂട്ടബിൾ ലോഡ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അവിടെ ഫുൾ ലോഡ് കറണ്ട് സെക്കൻഡറിയിൽ ഉണ്ടാവും. ആ സമയത്ത് വൈൻഡിങ്ങിലുള്ള ടെമ്പറേച്ചർ ഇൻഡസ്ട്രിയൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. ആ ടെമ്പറേച്ചർ റേഞ്ച് സ്പെസിഫൈഡ് ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം. വല്ലാതെ ടെമ്പറേച്ചർ റൈസ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വൈൻഡിങ്ങിന്റെ ഫാൾട്ടാണ്. സപ്ലൈ കൊടുത്ത ഉടനെ തന്നെ നല്ല ടെമ്പറേച്ചർ അവിടെ കാണിക്കും. കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പെസിഫൈഡ് ലിമിറ്റിൽ നിൽക്കുള്ളൂ. അത് പുതിയൊരു വൈൻഡിങ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു റൈസ് ആണ്. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ലോഡ് കൊടുത്തിട്ട് ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.